പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അല്ല എന്ന് വിചാരിക്കുക, പിന്നെ ആരാകുക? നൗഫലിൻ്റെ ഇതിലാരാ? ഇപ്പോൾ കെ എൻ ബാലഗോപാലേ ഉള്ളൂ. കെ എൻ ബാലഗോപാൽ എന്നുവെച്ചാൽ കമ്മിറ്റി പെർസ്പെക്റ്റീവ് നോക്കുകയാണ്. അദ്ദേഹമായിരിക്കും സീനിയർ. കമ്മിറ്റിയാണല്ലോ ഇവരുടെ, കേന്ദ്ര കമ്മിറ്റിയാണ്. അദ്ദേഹം അങ്ങനെ ഫ്ലോറിലൊരു ഫൈറ്റ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ നൗഫലിന്? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു നല്ല സാമാജികനാണ്, നല്ല മിനിസ്റ്ററൊക്കെയാണ്. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനം അതൊരു യുദ്ധമുഖമാണല്ലോ. അങ്ങനെ ഒരു യുദ്ധം നയിക്കുവാൻ ശേഷിയുള്ള ഒരാളാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. സഭയിൽ മാത്രം, സഭയുടെ പുറത്ത് നിശ്ചയമായിട്ടുണ്ട്, അങ്ങനെയുണ്ട്. അതാണ് പറയുന്നത്. ബാലഗോപാൽ ഓക്കെ, ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കൂ, പ്രതിപക്ഷ ബെഞ്ചൊന്ന് എടുത്ത് നോക്കൂ. ഒരു സ്ട്രോങ് വോയിസ് എന്ന് പറയാവുന്ന ആരാ ഉള്ളത്? റിയാസ് ഉണ്ട്, ഓക്കെ, റിയാസ് ഈസ് ദെയർ. പിന്നെ സജി ചെറിയാൻ. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. നേരെ തിരിച്ചാലോചിക്കുക. കഴിഞ്ഞ തവണ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നോക്കൂ, എത്ര ശബ്ദങ്ങളാണ്, യങ് വോയിസ്, ഭയങ്കര എന്താണ്, കിഡിലൻ യങ് വോയിസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിനകത്ത് ബൽറാം, ഷാജി, ഷാഫി, ഇവരുടെ യങ് ബ്രിഗേഡ് മൊത്തം അവിടെ ഉണ്ട്. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ള യൂത്ത് ഫോഴ്സ് അവിടെ ഉണ്ട്. അവർ വളരെ സജീവമായിട്ട് സഭയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അസാധാരണമായിട്ടുള്ള ഇടപെടൽ ശേഷിയുള്ള ഡിബേറ്റിംഗ് പവറുള്ള കക്ഷികളാണ്. ആ നിലക്ക് എന്തുകൊണ്ടാണ് സാധിച്ചത്? കോൺഗ്രസ് നമ്മളിങ്ങനെയൊക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പഴി പറയുമ്പോഴും സെക്കൻഡറി ലീഡർഷിപ്പിനെ വളരെ ബലമുള്ള, വളരെ കരുത്തുള്ള ഒരു സെക്കൻഡറി ലീഡർഷിപ്പ് ബ്ലോക്ക്, സെക്കൻഡറി ലീഡേഴ്സ് അല്ല, സെക്കൻഡറി ലീഡർഷിപ്പ് ബ്ലോക്കിനെ വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഈ സഭയിൽ നോക്കൂ, എത്ര ആളുകളാണുള്ളത്. ഒരു കിടിലൻ ചെക്കന്മാരെന്ന് പറയാവുന്ന മട്ടിൽ എത്ര ആളുകളാണ് കോൺഗ്രസ്സിന് വേണ്ടിയുള്ളത്. കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുണ്ട്, ലീഗിന് വേണ്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആ സംഘടനാ തലത്തിൽ ആ ഒരു മെക്കാനിസം ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് രാഹുൽ ഗാന്ധി തുടങ്ങിയൊരു ഏർപ്പാടാണത്. രാഹുൽ ഗാന്ധിയാണ് ആ നിലക്ക് വളരെ ബോധപൂർവം യൂത്ത് ബ്രിഗേഡിനെ, സെക്കൻഡറി ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കാനുള്ള ഒരു സംഗതി തുടങ്ങുന്നത്. അതിൻ്റെ ഫലം ആസ്വദിക്കുകയാണ് ശരിക്കും കോൺഗ്രസ് ഇപ്പോൾ.